നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ ടെലിവിഷനിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച ധർമ്മജനും ഭാര്യ അനുജയും. നമസ്കാരം. നമസ്കാരം. ധർമ്മജൻ നല്ല തിരക്കിലാണോ? ഒന്നുമില്ല, തിരക്ക് വരുമ്പോൾ എല്ലാം കൂടി വരും. ഇല്ലെങ്കിൽ ഈ കാരണന്മാർ പറയില്ലേ, ചൊറിയും കൂടി ഉണ്ടാവില്ല കുത്താനെന്ന് പറഞ്ഞ പോലെ. വെള്ളപ്പം എല്ലാം കൂടി വരും, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കും. ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ധർമ്മജൻ, അനുജ, രണ്ടുപേരുടെ പേരിൽ ജായുണ്ട്. ജയുണ്ട്. ഭയങ്കര പൊരുത്തമുള്ള ഭാര്യയും ഭർത്താവാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതെ, ചെറിയ ചെറിയ വഴക്കുകളുമായിട്ട് മുന്നോട്ടിങ്ങനെ പോകുന്ന ഒരു ഫാമിലി. സന്താനങ്ങളുടെ പേരെന്താ? മൂത്ത ആൾ വൈഗ, 4 വയസ്സായി. ഇയാൾ വേദ, ഒരു 2:45 2:30 എന്ന് പറയാവുന്ന പാകമായി. മോള് സ്കൂളിൽ പോകുന്നു. മോള് ഈ പ്രാവശ്യം ചേർത്തിട്ടുണ്ട് LKG. ഹലോ ഹേയ് ശരിക്കുന്നു. ഹലോ വീട്ടിലെ ആർട്ടിസ്റ്റാ വേദ. ഇതെന്താ നിങ്ങളുടെ പൊതുവെ എല്ലാം ഒരു ഡിഫറെൻറ്റ് പേരുകളാണ് അല്ലേ കുടുംബത്തിൽ? ഒന്നുമില്ല, പേര് ഇവരുടെ രണ്ടുപേരും പേരിട്ടത് പിഷാരടിയാണ്. എൻ്റെ സുഹൃത്ത് പിഷാരടിയാണ് രണ്ടുപേരും. ആമീന്ന് വിളിക്കും. അങ്ങനെ. ധർമ്മജൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി. ഇപ്പം അമ്മ, ഞാനും ഫാമിലി ആയിട്ടൊരു വീട്ടിൽ. എനിക്കൊരു ചേട്ടനുണ്ട്, ചേട്ടനും വൈഫും 2 പിള്ളേരും തറവാട്ടിൽ. നിങ്ങൾ 2 ആൺമക്കളെ ഉള്ളൂ? 2 ആൺമക്കളേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേര് ബാഹുലേൻ എന്നാണ്, ബാബു എന്ന് വിളിക്കും. പുള്ളി SWTD വാട്ടർ ട്രാൻസ്പോർട്ടിലാണ് ജോലി. എന്താ അച്ഛനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പേരിട്ടിരിക്കുന്നു? അതിപ്പോൾ അച്ഛനോട് ചോദിക്കണം, അച്ഛൻ മരിച്ചും പോയി. എനിക്ക് ആദ്യമൊക്കെ ചെറുപ്പത്തിലേക്ക് എനിക്ക് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഭയങ്കര വിഷമം വരും ധർമ്മജൻ എന്നുള്ള പേര്. കൂടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ സുമേഷ്, ബിനു അങ്ങനെയൊക്കെയുള്ള പേരും എനിക്ക് വലിയൊരു കട്ടിയുള്ള പേരും ധർമ്മജൻ. എനിക്കൊന്നത് ഈ ടീച്ചർമാർ അറ്റൻഡൻസ് വിളിക്കുമ്പോഴും ധർമ്മരാജൻ, ചില ലോഡിങ്ങുകാരുടെ പേരൊക്കെ വിളിക്കുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു എനിക്ക്. അങ്ങനെ ധർമ്മരാജൻ, ധർമ്മജൻ, ധർമ്മൻ, അങ്ങനെ പല രീതിയിൽ പോകുമായിരുന്നു. പിന്നീട് വലുതാകും തോറും എനിക്ക് ആ പേരിനോട് ഇഷ്ടം വന്നു. കാരണം റയറായിട്ടുള്ളൊരു പേരാണ്. പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റായി കഴിഞ്ഞപ്പോൾ വേറൊരു പേര് ഇതില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം. അങ്ങനെ പേരിനോട് പിന്നീടാണ് ഇഷ്ടം തോന്നിയത്. എന്ത് വിളിക്കും? ധർമ്മചേട്ടൻ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ധർമ്മോസ് എന്നൊക്കെയാണ് വിളിക്കണത്. നമ്മൾ ഫുൾ നെയിം ചേർത്തിട്ടൊരു ചേട്ടായും കൂടി ചേർക്കുന്നേ ഉള്ളൂ. അനുജയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, 2 കല്യാണം കഴിഞ്ഞു. ആണോ? എവിടെ ശരിക്കും നാട്? എൻ്റെ നെട്ടൂര്. ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കാണുന്ന വീടാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. പ്രോപ്പർ ധർമ്മജൻ? ഞാൻ ബോൾഗാട്ടി എന്നാണ് പറയണമെങ്കിൽ മുളവുകാടാണ്. ഞങ്ങൾ മുളവുകാട് ഗ്രാമപഞ്ചായത്തിലാണ് ബോൾഗാട്ടി ഉള്ളത്. മുളവുകാട് വടക്കേ അറ്റത്താണ് എൻ്റെ വീട്, തെക്കേ അറ്റത്താണ് ബോൾഗാട്ടി. എന്നാൽ ഈ ചെറുതിലെ ഈ മിമിക്രിക്ക് പോകുമ്പോൾ അങ്ങനൊരു സ്റ്റൈലിനൊരു കട്ട് കിട്ടാൻ വേണ്ടി ഇട്ടതാ ധർമ്മജൻ ബോൾഗാട്ടിന്ന്. ശരിക്കും ഇത്തിരി നീങ്ങിയിട്ടാണ് വീട്. വേറെ ആൾക്കാരില്ലല്ലോ ഈ പേരിൽ? ഇല്ല. അന്ന് ഈ മിമിക്രിയിൽ പേര് പറയുമ്പോൾ ഒരു ഇപ്പൊ സുരാജ് വെഞ്ഞാറുമൂട് എന്നൊക്കെ പറഞ്ഞ പോലെ വാല് ഇട്ടിട്ടാണ് എല്ലാ മിമിക്രിക്കാരും പറഞ്ഞത്. നാടിനോടൊരു സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ചിലർക്ക് അവനവന്റെ നാടിനോടൊരു ഇപ്പൊ സാജൻ പള്ളുരുത്തി എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് പേരേ ഉള്ളൂ ഈ വാലില്ലാത്ത ആർട്ടിസ്റ്റുകൾ. ഞങ്ങൾക്കൊന്നും ഇല്ല കേട്ടോ. അതില്ല, മിമിക്രി ആർട്ടിസ്റ്റ് അല്ലല്ലോ. ആ ശരിയാ, മിമിക്രി ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ അല്ലേ. പിന്നെ നാടകക്കാർ ഇടാറുണ്ട്, വേറെ ആർക്കും അങ്ങനെ കണ്ടിട്ടില്ല. എന്നോട് നെടുമുടി ചേട്ടൻ ചോദിച്ചു, നീ എന്തിനാ ഈ ബോൾഗാട്ടി കൊണ്ടു നടക്കണമെന്ന് ചോദിച്ചു. ധർമ്മജൻ എത്രയും പോരെന്ന് ചോദിച്ചു. ഞാൻ നമ്മുടെ ചേട്ടന് വേണമെന്ന് പോരെ, എന്തിനാ നെടുമുടി എന്ന് ചോദിച്ചു. ശരിക്കും ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമാ നടനാവുക എന്നുള്ളൊരു ലക്ഷ്യം ഇല്ലായിരുന്നോ? ഇല്ല ഇല്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ലക്ഷ്യം അതായിരിക്കുള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ഉന്തി വിട്ട പോലെ ഇങ്ങനെ വന്നതാണ്. അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നുള്ള ഒന്നുമില്ലായിരുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയായിട്ടൊക്കെ അഭിനയിക്കുന്നത് അനുജ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കല്യാണം കഴിഞ്ഞ ശേഷം കണ്ടേക്കണേ. ഇഷ്ടമാണോ അങ്ങനെ അഭിനയിക്കുന്നത്, സ്ത്രീയായിട്ട് അഭിനയിക്കുന്നത്? ഇഷ്ടമാണോ? നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ്? അതെയോ? വലിയ കോളിളക്കം സൃഷ്ടിച്ച ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു വയറിളക്കം സൃഷ്ടിച്ച ലവ് മാരേജ് ആയിരുന്നു പറയാം. അതേപോലെ ഈ പോകാൻ നേരത്ത് തലേ ദിവസം നമ്മളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് നമ്മൾ താലിയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു.
അന്ന് മുഴുവൻ അല്ല ഈ എങ്ങനെയാ നിങ്ങൾ പരിചയപ്പെടുന്നത് പ്രണയിക്കാൻ? ഞങ്ങൾ അകന്ന ബന്ധുക്കളായിരുന്നു. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും വെച്ച് കാണുകയൊക്കെ ചെയ്യും. പരിചയമുള്ള വീട്ടിൽ തന്നെ നമ്മൾ അതെ അങ്ങനെയായിരുന്നു. അപ്പോൾ തലേദിവസം മുഴുവൻ രാത്രി ഉറക്കം നിന്ന് പ്ലാനിങ്ങും കാര്യങ്ങളും അവിടെ ചെല്ലുന്നു, വണ്ടി കയറണം, നമ്മളതിലെ കൂടി പോരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കം നിൽപ്പും. രാവിലെ ഒരു ഉപ്പ് സോഡ കുടിച്ചതും തിരിച്ചു വന്നപ്പോൾ കരിക്ക് കുടിച്ചതും കൂടി വയറിളക്കം ആയിപ്പോയി. അങ്ങനെ ഞങ്ങളുടെ കോളിളക്കമല്ല വയറിളക്കം സൃഷ്ടിച്ചൊരു കല്യാണമായിപ്പോയി. അല്ല അങ്ങനെ വിവാഹം കഴിക്കണ്ട വീട്ടുകാർക്ക് ഇഷ്ടം? വീട്ടുകാരോടൊക്കെ ചോദിച്ചായിരുന്നു ആദ്യം. അപ്പം നമ്മൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു താല്പര്യം വരില്ല. കാരണം ഇവരുടെ വീട്ടിലെല്ലാവരും ഗവൺമെൻറ് സർവീസിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആങ്ങളെയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ. അപ്പോൾ അവരൊരു കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നൊരു രീതിയും അതിൻ്റെ നേരെ വിപരീതമായിരുന്നു. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇത്തിരി ഉഴപ്പനാണ് കാര്യങ്ങളെന്നൊക്കെ അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു പേടി ഉണ്ടാവുമല്ലോ മുളക് കൊടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. അത് 1-2 പ്രാവശ്യം ചോദിച്ചപ്പോഴും അവർ അതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ തീരുമാനം എടുത്തിട്ട് പോകുന്നു. ഇപ്പോൾ വളരെ സൗഹൃദമാണ്, നല്ല രീതിയിൽ തന്നെ പോകുന്നു എല്ലാവരുമായിട്ട്. കുറേ കാലം ഉണ്ടായുള്ളൂ. കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി വലിയ സ്നേഹത്തോടുകൂടിയൊക്കെയാണ്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ച് കൊണ്ടുപോയി? ഞാനോർത്ത് വന്ന വണ്ടി കയറിയപ്പോൾ തന്നെ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു. അതെന്താ അങ്ങനെയാണ്? അങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർ, ഞാനായിട്ട് ഇടയ്ക്ക് ആ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ കൂടി അവിടെ അമ്പലത്തിൻ്റെ അവിടെ തിരുമേനി പോകാതെ നിൽക്കുക. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും എന്തായി. ഞാൻ പറഞ്ഞു കിട്ടിയാൽ കൊണ്ടുവരാം പറഞ്ഞിട്ട് 10-12 മണിയായപ്പോഴാണ് ചെന്നത്. തിരുമേനി അവിടെ തന്നെ പോകാതെ നിന്ന് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തി. ഒളിച്ചോടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ ആവശ്യത്തിന് നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ ചേട്ടനും എടുത്തിയും അമ്മിച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്, വേറെ എങ്ങും പോകാനൊന്നും നിന്നില്ല. പിറ്റേ ദിവസം അപ്പം പോകുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞുള്ളൂ, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പിഷാരടിനെയും വിളിച്ചു പറഞ്ഞു. ഞാൻ 2-3 പേരോട് പറഞ്ഞുള്ളൂ. എൻ്റെ നാട്ടിലൊക്കെ സുഹൃത്തുക്കളായിരുന്നു. പറഞ്ഞു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, കോളിളക്കങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു? വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു, നടത്തിത്തരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു കൊല്ലത്തോളമൊക്കെ പ്രശ്നമായിരുന്നു. ആണോ? ഒരു കൊല്ലത്തോളം മാറി നിന്നോ? ഒരു കൊല്ലം മിണ്ടില്ലായിരുന്നു. പിന്നെ മാറി. ആങ്ങളുടെ കല്യാണമൊക്കെ ഇപ്പോൾ വിളിച്ചു. അങ്ങനെ അപ്പോഴേക്കും ധർമ്മജൻ കുറച്ച് പോപ്പുലറായി തുടങ്ങിയോ? ആണോ? ഇപ്പോൾ വലിയ കാര്യമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് കാര്യമുള്ളതല്ല, അതുകൊണ്ടുള്ളതല്ല. പൊതുവേ ടിവിയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് കല്യാണം നടന്നത്. പക്ഷെ ഇത് ടിവിയിലൂടെയുള്ള ഒരു ആരാധനയോ അങ്ങനെയൊന്നും അല്ല സ്നേഹമൊക്കെ ഉണ്ടായത്. അവർക്കും അങ്ങനെ ഒന്നും ഇപ്പോഴും എൻ്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ സിനിമയിലുണ്ടോ സീരിയലിലുണ്ടോ എന്നുള്ളതൊന്നും അവർക്കും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല.